ഇരവിഴിങ്ങിയ പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഫസ്റ്റ് എനിക്കെന്നും പറഞ്ഞ എവിടെ വെച്ചിരുന്നോ ഈ തസ്കരനെ? അതെ എണീക്കാൻ, ഇങ്ങോട്ട് എണീക്കാൻ, ഇങ്ങോട്ട് എണീക്കാൻ. സൗണ്ട് ഇരുട്ടിയിട്ടൊന്നുമില്ല. ഇന്ന് കേറ്റ നടക്കുമെന്ന് തോന്നുന്നുമില്ല. എന്താ ഇന്ന് ശിവരാത്രിയാണോ? നാട്ടുകാർക്ക് ആർക്കും ഉറക്കമൊന്നുമില്ലേ? അതല്ലെന്ന് പോലീസുകാരൻ പീരി മുഹമ്മദ് വന്ന് നിപ്പോണ്ട്. എന്താ അവനെ പിരിച്ചു വിട്ടോ? ഇവിടെ പണിയൊന്നുമില്ലെന്ന് പറയണേ. നല്ല മനുഷ്യ, നിങ്ങളെ തപ്പാൻ അയാൾ വന്ന് നിൽക്കുന്നതെന്ന്. എന്നെ തപ്പാനോ? ഇങ്ങോട്ട് പറയില്ലേ, നീ ഇവിടെ തന്നെ നിന്നോ, കണ്ടാ നിന്റെ തപ്പും പോലീസുകാർ. എന്റെ ഇത്തിക്കരപ്പാക്കി അമ്മാവാ, ഒരു കാരണവരെ എല്ലാ മണിയെയും ഒരുപോലെ കാണുന്നവനാണല്ലോ അങ്ങ്. കഷ്ടപ്പെട്ട് ഉറക്കളച്ച് പൂട്ടുകുത്തി തുറന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്ലാക്ക് മണിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ. നീ ആ ജാമ്യം ലൂക്കോസ് വക്കീലിനെ കണ്ട് കുറച്ച് മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചേരെ, ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. അയ്യോ, നമുക്കൊക്കെ ഇത് തരുവേട്ടാ. നമുക്കേ തരൂ. ഈ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതന്നെ നമുക്ക് വേണ്ടിയാണ്. നീ ഒറ്റയ്ക്ക് വക്കീലിന് മുമ്പിൽ ചെന്ന് പെടണ്ട. നമ്മുടെ ആര്യമ മോനെ കൂടെ കൂട്ടിക്കോ. മോനെ, ലുട്ടാപ്പി മോനെ. അവൻ പൊട്ട് തട്ടുവാ. അത് അച്ഛൻ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരും മക്കളെ. അയ്യോ മോനെ, സ്റ്റേഷനിൽ കൊഴുക്കട്ട കിട്ടില്ല, അത് ജയിലിലേ കിട്ടൂ. മോൻ അച്ഛനെ പോലെ തൊഴിലി കേമനായാൽ ഈ വയറ് നിറച്ച് തിന്നാം. തൽക്കാലം മോൻ അമ്മച്ചിയുടെ കൂടെ വക്കീലിന്റെ അടുത്തേക്ക് പോകും. ഇത് തിന്നിട്ട് പോരെ? മക്കൾ കഴിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി റെഡി ആവത്തുള്ളൂ. അമ്മച്ചി ഒരുങ്ങാൻ 2 മണിക്കൂർ എടുക്കും. ഞാൻ ഒരു കുറ്റിപ്പുട്ടും കൂടെ തിന്നട്ടെ. ഇനി വന്നിട്ട് ചെലുത്താം മോനെ. അമ്മച്ചിന് പ്രത്യേകം നോക്കണേ. അമ്മച്ചി നോക്കാൻ വഴിനീളെ ആളുകളുണ്ട്, എന്നെ നോക്കാൻ മാത്രം ആരുമില്ല. തങ്കു, നീ ഇങ്ങോട്ട് ഇറങ്ങണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? പോയില്ലേ? എന്റെ പൊന്ന് തങ്കി, റെഡ് ഓക്സൈഡ് വാരി പുരട്ടി സമയം കളയല്ലേ. താമസിച്ചെന്നാ മുൻകൂർ ജാമ്യം തീർന്നു പോവും. എന്തിനാ മനുഷ്യ ഇതെല്ലാം മാരി വലിച്ചിടുന്നത്? ആ സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോ എന്തായാലും അവന്മാര് അഴിപ്പിക്കുവേ. ഏതായാലും എടുത്തു പോയില്ലേ ഇടാ. അതെ, പോലീസുകാർ കയറി ഇറങ്ങുന്ന വീടാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതൊന്ന് വേഗം ചെല്ലു മനുഷ്യ. അയ്യോ പിന്നെ നിക്ക്, ചത്ത് തലയ്ക്കുമേലെ നിൽക്കുന്ന നമ്മുടെ എല്ലാ പിതൃ കള്ളന്മാരുടെയും അസ്ഥിത്തറയിൽ ഒന്ന് നമസ്കരിച്ചിട്ട് പോണേ. അസ്ഥി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. പുതിയ ഇൻസ്പെക്ടറാണ്, എന്റെ അസ്ഥി ഇളക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണേ. ചെരുപ്പിടണോ അതോ ഷൂസ് ഇടണോ? അയ്യേ, ഈ തല്ലിപ്പൊളി സ്റ്റേഷനിൽ ഇത് തന്നെ ധാരാളം. കോടതിയിൽ ഹാജരാക്കുമ്പോ കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് നോക്കാൻ ഡീപ്പായിട്ട് പോകേ. കൊള്ളാം. ഓൾ ദി ബെസ്റ്റ്. എടാ ചാണ്ടി, എടാ നീ ഒന്നും പറയാതെ പോവാണോ? അമ്മ, ഞാൻ ലേല സിനിമയിലെ 4 ഡയലോഗ് പറയട്ടെ. പോകാതിരുന്നാൽ എങ്ങനെയാ? ഒരു കളന് അത്യാവശ്യം വേണ്ട സത്യസന്ധതയാ. ഞാൻ പീരു സാറോട് തിരിച്ചല്ലാന്ന് വാക്ക് കൊടുത്തിട്ട് വന്നേ. അതല്ലടാ കഴുതേ ഞാൻ പറഞ്ഞത്. എടാ, നിനക്ക് കുറച്ച് ദിവസം അകത്ത് കഴിയേണ്ടി വന്നാ ഞാൻ ഇവിടെ എന്തോ ചെയ്യും? ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അയലൊക്കത്തുനിന്ന് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ തികയില്ല. ഇതാ ഞാൻ പറയുന്നത്, മോഷ്ടിക്കുമ്പോ ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും മോഷ്ടിക്കാൻ. അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം, പക്ഷെ വിവരക്കേട് മാത്രം പറയരുത്. കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? കർത്താവ് പറഞ്ഞിരിക്കുന്നതേ ഇനി സാധനങ്ങളൊന്നും കടം തരില്ലാന്ന്. അത് വിവരമില്ലാത്ത കടക്കാരൻ കർത്താവ്. ഇത് സാക്ഷാൽ ദൈവം കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കള്ളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല. പറവകൾ മാത്രല്ല, ഇപ്പൊ ഇവിടുത്തെ മനുഷ്യരും അങ്ങനെ തന്നെ. വിതയ്ക്കൊന്നുമില്ല, കൊയ്യൊന്നുമില്ല, ഇപ്പൊ എല്ലാം വെട്ടി നിരത്തല്ലേ. പിന്നെ എന്തോ എടുത്തിട്ട് കളപ്പുരയിൽ സൂക്ഷിക്കാനാ? ഇതേ വചനം തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. അമ്മേ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അന്നാന്നത്തേക്കുള്ള ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അമ്മച്ചി കൂടുതൽ ഉണ്ടാക്കിയാലേ എനിക്ക് ഉണ്ടാവും പോണ കൊച്ചിന് ചന്തി ഉണ്ടാവില്ല. നാളത്തേക്ക് സമ്പാദിച്ചു വെക്കാൻ ഞാനെന്താ വല്ല ഇന്ദിരാവാസ് പത്രോ? എടാ, നിന്റെ പെങ്ങള് ടൈപ്പ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്താ പറയാ? ഇല്ലാത്ത കുറ്റം ചുമത്തി വല്ല സെൻട്രൽ ജയിലിലെ സബ് ജയിലിൽ അടച്ചാ അവളോട് പറയാ എന്നെ വന്ന് കാണാൻ വരരുന്നു. അതെന്താ? അവിടെ അടുത്താണ് പെൺവാണിഭ കേസിലെ മുൻ മന്ത്രിയുടെ വീട്. അമ്മയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ വക്കീലൊന്ന് വിവരം അറിയിക്കട്ടാ. ഞാൻ വരേ. ചക്കരമ. അല്ലേ, ഇത് ആരൊക്കെയാ? ഇന്നെന്താ ഇത്ര രാവിലെ? അതോ ഇന്ന് ഇവിടെ തന്നെയാണോ കയറ്റം? കൊല്ലക്കുടി തന്നെ വേണോ സൂചി വിൽപ്പന? അതെ, ചേട്ടനെ പൊക്കി.
വിത്ത് തോണ്ടിയോ വിത്തൗട്ട് തോണ്ടിയോ? അച്ഛമ്മയ്ക്കിപ്പോഴും വിത്തൗട്ടിലാ പോകുന്നത്. അതെ, ഏത് കേസിലാ പൊക്കിയെന്നറിഞ്ഞാലല്ലേ തൊണ്ടിയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഏത് ആഘോഷം വന്നാലും കോഴിക്ക് കിടക്കാൻ മേലാന്ന് പറഞ്ഞ പോലെ നാട്ടിലെവിടെ മോഷണം നടന്നാലും കള്ളന് കിടക്കപ്പുറതിയിലെന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറ. തങ്കി, അംഗത്തിന് പുറപ്പെടാൻ വരട്ടെ. ആട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു പണി? ഓ, രൂപയുടെ മൂല്യം കുറഞ്ഞേ പിന്നെ പണിയൊക്കെ വളരെ കുറവാ. വലിയ വലിയ വീടുകളിലൊക്കെ ഇപ്പൊ ഫോറിൻ പൂട്ടുകളല്ലയോ പിടിപ്പിക്കുന്നേ. അത് തുറക്കാൻ ഭയങ്കര പാടാ. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന് അന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ആരെങ്കിലും ചെവിക്കൊണ്ടോ? ഇപ്പൊ അനുഭവിക്കേ. ഇത് അപ്പടി ചെതിലെന്നല്ലോ വക്കീലേ. നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ ഇത് അവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാ കഴുത്തി കെട്ടി തൂക്കിയിട്ടേക്കണേ? കഴുത്തെ കെട്ടി തൂക്കിയില്ലെങ്കിലേ അത് താഴെ വീണ് പോത്തില്ലേ? സംശയം തീർന്നു. ഇവൻ തങ്കൂന്റെ മോൻ തന്നെ. അമ്മച്ചി, ഇനി ഇവിടെ നിന്നാ ശരിയാകത്തില്ല. നമുക്ക് ജാമ്യം എടുത്തിട്ട് പോവാം. ജാമ്യം? വക്കീലെ, 3-4 മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യോ? അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാർക്കല്ലേ കിട്ടൂ. തന്നെയുമല്ല, ഈ പീഡന കേസൊക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിനൊക്കെ വലിയ പിടിച്ചു പറയാ. വക്കീലേ, വകുപ്പറിയത്തില്ലെങ്കിൽ അത് പറ. ഉണക്ക വക്കീല് മുൻകൂർന്ന് കേട്ടപ്പോഴേ വക്കീല് ബോധം കിട്ടും. അതെ, വക്കീലിന് ബോധം കിടത്തില്ല മോനെ. അതെന്താ? ബോധം ഉണ്ടെങ്കിലല്ലേ എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ കണ്ടാ. ലൂക്കോച്ച, ക്ഷമിക്ക, അവൻ കൊച്ചല്ലേ. വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം ടിക്ടോണ്ടിയാ. അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? ഇത് തർക്കിക്കാൻ സമയമില്ല ലൂക്കോച്ച. എനിക്ക് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യം കിട്ടത്തില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന്. എന്റെ ചേട്ടനെ ഒരു അണ്ടർവെയറിന്റെ വള്ളിയെ കിട്ടി തൂക്കും. തർക്കിക്കാൻ 2-3 മുൻകൂർ ജാമ്യം എടുക്കോ വക്കീലേ? തങ്കി വിഷമിക്കണ്ട. SI ജയശങ്കറിനെ വിളിച്ച് ഞാൻ ചോദിക്കാം എന്താ തങ്കൂനെതിരെയുള്ള ചാർജ് എന്ന്. എന്താണ് ചാർജ് എന്ന് നിനക്ക് അറിയണോടാ? കുറ്റം അറിഞ്ഞിട്ട് ഇടി കൊള്ളതല്ല അതിന്റെ ഒരു സുഖം. അല്ലാതെ LP സ്കൂളിലെ കുട്ടികളെ തല്ലണ മാതിരി. വിനോമതേ, സർ, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരെ ഉള്ളോ? ഇനി ഗോൾഡ് ഗോപാലുണ്ട് സാർ. അവൻ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ പോയിരിക്ക. അടപടലേന്ന് അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ. നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. ബസ്സിൽ വെച്ച് ബാഗിന്റെ അടിവയറ്റിൽ സിസേറിയൻ നടത്തി 65 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റം നീയല്ലടാ? 65 പവനോ? സ്വർണത്തിന് വില കുറഞ്ഞ ശേഷം ഞാൻ ആ വൃത്തികെട്ട സാധനം കൈ കൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ കള്ളനാണെങ്കിലും സാറിന് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ? അഭിമാനം. സത്യം പറയണം. സത്യം പറഞ്ഞ നിന്റെ അടിപാറ ഞാൻ കൂട്ടും. മടിയിൽ കണ്ണമില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? നിനക്കൊണ്ടടാ ചണ്ടി അഭിമാനം? ചണ്ടിയല്ലേ സാർ, ചാണ്ടി. ഇനീഷ്യലില്ല. ഓ, നീ നിന്റെ തന്തയെ മോഷിച്ചു വിറ്റോ? ദൈവാനുഗ്രഹം അങ്ങനെ ഒരു സാധനം എനിക്കില്ലേ സാറേ. എന്താടാ? അപ്പൻ ആരാണെന്ന് അമ്മോട് ചോദിച്ചാ അമ്മയ്ക്ക് പോലൊരു നിശ്ചയില്ല. ചോദിച്ചാ പറയും കർത്താവാണെന്ന്. ആര് വിശ്വാസത്തില്ല ഞാനും. പുന്നാര മോനെ, സത്യം പറ. അന്നാന്നത്തേക്കുള്ളത് മാത്രം ഓട്ടിക്കുന്ന ഒരു പാവം അത്തപ്പാടി കള്ളനെ സാറേ ഞാൻ. സ്വർണം സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് സാറിന്റെ വിലപ്പെട്ട ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു അപേക്ഷയുണ്ട്. ഡോ, ഇവന്മാരെല്ലാം ലോക്കപ്പ് ചെയ്യാം. സത്യം തെളിയിക്കാമോ ഞാൻ നോക്കട്ടെ. ഉച്ചയ്ക്ക് ഉണ്ണാൻ കാണുമെന്ന് നിനക്കൊന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? പതിവില്ലാത്തതുകൊണ്ട് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല. ഓ, ഉള്ളത് മതിയമ്മേ. ഒരു മുന്നറിയിപ്പും ഇല്ലാതല്ലേ ഓരോന്നൊക്കെ സംഭവിക്കുന്നത്. സ്റ്റേഷനിൽ ഇരുന്നിട്ടാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. ആ മാഷോട് ഞാനിപ്പോ എന്താ പറയാ? കിട്ടിയില്ലേ കള്ളനെ? എന്താ? അല്ല, കള്ളനെ കിട്ടിയില്ലേന്ന് ചോദിക്കായിരുന്നു. എവിടെ കിട്ടാൻ? ചോദ്യം ചെയ്തത് എന്റെ ഊപ്പാട് വന്നില്ലേ? അവനെങ്ങാനും എന്റെ കൈ കിട്ടിയ നീ അങ്ങ് മൂക്കിയെ കേറ്റും. ഒന്ന് പോടാ. ആ പിന്നെ, ഞാനൊരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നീ അത് ഇതുവരെ ചെവിക്കൊണ്ടോ? ഓ, പിന്നെയും വരുന്നു തെല്ലാള് വേഷമായിട്ട്. ഇന്ന് ഏത് കോവിലകത്തെ കൊച്ചമ്പലയുടെ കാര്യ പറയാൻ പോകുന്നത്? കോവിലകത്തെ തമ്പുരാട്ടിമാരെ എന്ന് നിനക്ക് പിടിക്കത്തില്ലല്ലോ. ദല്ലാളന്മാരുടെ മുഖം കാണുന്നത് നിനക്ക് ചതുർത്തി കാണുന്നത് പോലെയാ. അതുകൊണ്ട് പത്രത്തിലെ വിവാഹ പരസ്യം നോക്കി ഞാനൊരു കൂട്ടർക്ക് കത്തിട്ടു. നിന്റെ നാളുമായിട്ട് നല്ല പൊരുത്തുള്ള നാളാ പെൺകുട്ടിയുടേത്.
വൃശ്ചികത്തിലെ മകം. ഹലോ, ചെക്കിംഗ് ചെക്കിംഗ്. സഹൃദയരെ, ചാത്രാടൻ തിയേറ്റേഴ്സിന്റെ 49ാമത് കലോപഹാരം ഉറങ്ങില്ല കടുവ. നാടകരചന ചാത്തനാടൻ, ഗാനങ്ങൾ ചാത്രാടനാശാൻ, സംഗീതം മിസ്റ്റർ ചാത്തനാടൻ, രംഗപടം ചാത്തു, നാടക സംവിധാനം നാടക തിലകം ചാത്തനാടൻ. ആദ്യത്തെ ബെല്ല് കേൾക്കുമ്പോൾ എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ബെല്ല് കേൾക്കുമ്പോൾ അച്ഛൻ രാവിലെ തുടങ്ങിയോ? വെറുതെ അയൽവക്കക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കുന്ന എന്തിനാ? അവര് പറയട്ടടി, എനിക്ക് പുല്ല, വെറും തൃണമുൽ. ഏടി അന്തസ്സായിട്ട് 10-25 കൊല്ലം സ്റ്റേജിൽ വരച്ചിട്ടുള്ളവനാണ് ഞാൻ, ഈ ചാത്തനാടൻ. ഇപ്പൊ പണ്ടത്തെ പോലെ വയ്യ, അതുകൊണ്ട് അഭയം നിർത്തി. പല്ല് കൊഴിച്ചെന്ന് കരുതി കടുവ പൂച്ചയാവോടി. വീട്ടിലിരുന്നിങ്ങനെ നാടകം വിളിച്ചു പോയി അച്ഛന് വട്ടാണെന്ന് ആൾക്കാർ ധരിക്കും. അവർ ചുമ്മാ ധരിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. മോളെ, വേലക്കാരനായും പട്ടാളക്കാരനായും പോലീസുകാരനായും അഡ്വക്കേറ്റായും ഈ ചാത്രാടം വിലച്ചു പോലെ ആര് വിലച്ചിട്ടുണ്ടീ? അതിന്റെ ഓർമ്മകൾ അച്ഛൻ അയവർക്കാട് പോലെ അരക്ക് വിട്ടാലും അച്ഛൻ അഭിനയിക്കാതിരിക്കാൻ കഴിയില്ല മോളെ, കഴിയില്ല. ചെക്കിങ് ചെക്കിങ്. ചെക്ക് ചെയ്യണ്ട, ആ മൈക്ക് കേടാ. വിശാശപടി ഉണ്ടായിരുന്നു. കാശുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്തും നടക്കൂ. നാണമില്ലല്ലോടാ, അധ്വാനിച്ച് 10 കാശുണ്ടാക്കി അച്ഛനെ തരേണ്ട മകൻ. നീ നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കാൻ. എന്റെ കൊച്ചി രാപകളില്ലാതെ അധ്വാനിക്കുന്നത് കൊണ്ടാ ഈ കുടുംബത്തിലെ ചെലവുകൾ കഴിച്ചു പോകുന്നത്. മോനെ ദിവാകരാ, ദിവാകരാ. ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയച്ചാ. ഇവിടെ വേണ്ടത് അതിവിടെ ഇല്ല. റോസ് പൊലിപ്പ് സ്റ്റോക്ക് ഉണ്ട്. നിറോസിൻ, അതുണ്ട്. സോർബിട്രേറ്റ്, ഉണ്ട്. ബാക്ടിം ഡിയസ്, അതുണ്ട്. എറിത്രോസിൻ, അതുണ്ട്. ആംപിലോങ്, ആ, ന്യൂറോട്രിറ്റ്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിൽ എല്ലാം ഈ 2 വീതം എടുത്തോളൂ. എന്താ ഇല്ലേ? ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഒരു ദിവസം സാറിനെ പോലെ 10-15 പേരെ ഇവിടെ കയറി ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് സ്ഥിരം കമ്പനികളുണ്ട്, അവരുടെ മരുന്നേ ഞങ്ങൾ എടുക്കും. അപ്പൊ മറ്റുള്ളവരെ ഒഴിവാക്കാനാണല്ലേ ഈ മരുന്നൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്? അതെ, സാറിന് മെഡിക്കൽ റിപ്പല്ലേ? എന്താ സർട്ടിഫിക്കറ്റ് കാണിക്കണോ? വേണ്ട, കുറെ മരുന്നുകൾ ഇവിടെ ഒന്ന് ആവശ്യപ്പെട്ടതേ ഞങ്ങളെ പരീക്ഷിക്കാനുള്ള അടവല്ലേ. എന്നാര് പറഞ്ഞു? കമ്പനിയിൽ നിന്ന് അയച്ച സാമ്പിൾസ് തീർന്നു. അതെന്റെ സ്വന്തം ചെലവിൽ വാങ്ങിച്ച് ഞാൻ ഡോക്ടേഴ്സിന് കൊണ്ടുപോയി കൊടുക്കാം. അത്രമാത്രം സിൻസിയർ ആണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നുണ്ടല്ലോ, മെഡിക്കൽ കൗൺസിലിൽ കംപ്ലൈന്റ് ചെയ്ത് നിങ്ങളെ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തോളാം ഞാൻ. നിങ്ങളുടെ പേരെന്താണോ പറഞ്ഞത്? ജോസഫ്. അതുകൊണ്ട് 2 പ്രതിപിടിയിൽ ബാങ്ക് കവർച്ച 2 ഇച്ചായ എന്നാ ചായ. അവിടെ വെച്ചോ. ഇച്ചായൻ എന്നെ അരിച്ചു പെറുക്കുന്നേ? പരീക്ഷ ഫലമോ അതോ ലോട്ടറി നമ്പറോ? ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആഭരണ കേസിലെ പ്രതിനെ പൊക്കിയോ നോക്കിയതാ. പൊക്കിയോ? പൊക്കും. അതിനെ എസ് വേറെ 2 ജന്മം ജനിക്കണം. അയാൾ വലിയ കേമനാന്ന് ഇച്ചാൻ തന്നെ പറഞ്ഞത്. അതിനേക്കാൾ 2 ഇരട്ടി കഴിവുള്ളവനായിരിക്കും അത് മുക്കിയത്. അങ്ങനെ ആണുങ്ങള് ഇവിടെ ഒരുത്തനുണ്ട്, കാണാന്ന് പറഞ്ഞ് നടക്കുന്നു. എടാ, പെങ്ങക്ക് ടൈപ്പിന്റെ ഫീസ് കൊടുക്കേണ്ട നാളെയാ. അതിനുള്ള വഴിയല്ല നീ കണ്ടുവച്ചിട്ടുണ്ടോ? അമ്മച്ചി, ഒരു കാര്യം മനസ്സിലാക്കണം. കാശും ആഭരണങ്ങളും അടിച്ചു മാറ്റുന്ന കള്ളന്മാര് ഈ നാട്ടിൽ പലരുണ്ട്. പക്ഷെ പലചരക്ക് സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ, അതാണ് ഞാൻ. എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. നിനക്കിപ്പോ ഫീസ് കൊടുക്കണം, അത്രല്ലേ വേണ്ട? 2 കുട്ടിക്കുറ പൗഡറും 250 പരിപ്പുണ്ട്, കൊണ്ടുപോയി കൊടുക്ക്. ഇതെവിടെ കൊണ്ട് കൊടുക്കാനാ? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് കൊടുക്ക്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. മുട്ട കൊടുത്ത് കപ്പ വാങ്ങും, കപ്പ കൊടുത്ത് കാള വാങ്ങും, കാള കൊടുത്ത് കയറ് വാങ്ങും. പഴയ ബാർബർ സിസ്റ്റം. ബാർബർ അല്ല, ബാർട്ടർ സിസ്റ്റം. അതെ, ഓരോരോ മാറ്റങ്ങളെ. എടാ, ആ ദിവാകരൻ നിന്റെ കൂട്ടുകാരനല്ലേ? അവനാണെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്. 100-300 നിനക്ക് അവനോട് ചോദിച്ചൂടെ? അമ്മ, അവന്റെ പാടം അവനറിയാം. പെങ്ങളെ കെട്ടിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അവൻ ഓടിക്കൊണ്ട് നടക്കാം. അതെന്താ അവനാ പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നേ? എന്റെ അമ്മയെ ഞാൻ കുത്തുവോ? ദിവാകരൻ ചേട്ടനും ഇച്ചാനും 8 വരെ ഒന്നിച്ച് പഠിച്ചതല്ലേ? തുടർന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇച്ചാനും ദിവാകരൻ ചേട്ടനെ പോലെ മാന്യമായ ഒരു ജോലി കിട്ടുമായിരുന്നില്ലേ? എങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. എടി മോളെ, ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. എനിക്ക് വേണ്ടത്ര വിവരമായി അമ്മേ. അവന് വിവരമില്ലാത്തോണ്ട് അവൻ പഠിച്ചു. ഞാനും അവനൊക്കെ ചെയ്യണ ജോലിയൊക്കെ ഒന്ന് തന്നെയാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നാട്ടുകാർക്ക് ഒട്ടും മനസ്സിലാവില്ല. മോനെ,
മോർണിംഗ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ട എല്ലാവർക്കും ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയെ കണ്ട മട്ട. എനിക്ക് ആരുടെയും ഊഴം തെറ്റിക്കണ്ടേ? എല്ലാരും കണ്ടതിന് ശേഷം കണ്ടാ മതി. അല്ല, സാറിനെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. യുവർ ഗുഡ് നെയിം പ്ലീസ്? തോമസ് കോരള. ഓ, XMLA. താൻ നല്ല പരിചയം. സാറിന്റെ പ്രസംഗങ്ങൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. എന്റെ സാറുമാരെ അല്പം രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആ നേഴ്സന്മാരെല്ലാം കൂടെ കൈയുടെ അറ്റം കുത്തിക്കീറി കളഞ്ഞു. എന്തൊരു വേദന സഹിക്കാൻ വയ്യേ. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ പോവാ. സാറിന് രക്തം പരിശോധിക്കണം? അല്ല, എനിക്ക് മൂത്ര പരിശോധിക്കേണ്ടത്. സാറിനെന്താ അസുഖം? ഓ, അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. പിന്നെ പേരിന് എന്തെങ്കിലും അസുഖം ഇല്ലെങ്കിൽ മനുഷ്യനാവും. അപ്പൊ അതാണ് അസുഖം. പിന്നെ ഒരു പൊളിറ്റീഷ്യന് അത്യാവശ്യം വേണ്ട BP, കൊളസ്ട്രോള്, പ്രമേഹം, അങ്ങനെ തുടങ്ങി പല. ഈ പ്രമേഹത്തിന് ഉലുവ ഉത്തമ ഔഷധമാണെന്ന് നമ്മുടെ ഒരു നേതാവ് ഉദ്ഘോഷിക്കുന്നതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം? അച്ചടക്ക ലംഘനമാകുമോ എന്ന് പേടിച്ച് നിയമസഭയിൽ ഞങ്ങൾ അത് ഖണ്ഡിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ എല്ലാ ഔഷധങ്ങളല്ലേ. മൂത്രത്തിൽ വരെ അത് കണ്ടെത്തിയില്ലേ മറ്റൊരു നേതാവ്? പിന്നെ കറക്റ്റ്. മൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു പ്രധാന സംഗതി ഓർമ്മ വന്നത്. എന്താ സാറിന് മൂത്രശങ്ക തോന്നുന്നു? അതല്ല, അതൊരു 23 മണിക്കൂറെങ്കിലും പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റും. ഇതല്ല. ഇപ്പോ കേരളത്തിലെ 90% ആൾക്കാരുടെ മൂത്രത്തിലും പഞ്ചസാര ഉണ്ടല്ലോ. ഇത് പഞ്ചസാരയായിട്ടും മൂത്രം മിനറൽ വാട്ടർ ആയിട്ടും വേർതിരിക്കുന്ന ഒരു വൻ വ്യവസായ സംരംഭത്തിന് രൂപം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ പാർട്ടി. അത് നല്ലതാ. കാരണം തന്നെ നിയമസഭയിൽ അതിന് പ്രഖ്യാപനം ഉണ്ടാവും. വെരി ഗുഡ്. വേണമെങ്കിൽ മൂത്രത്തിലെ കല്ലുകൊണ്ട് തന്നെ ഈ ഫാക്ടറിക്ക് തറക്കല്ലിടുകയും ചെയ്യാം. കറക്റ്റ്. നാളെ രാജധാനിയിൽ ഞങ്ങളുടെ നേതാവെത്തും. അപ്പോൾ ഈ പ്രോജക്ട് നമ്മൾ അവതരിപ്പിക്കും. 24. അപ്പോ പിന്നെ കാണാം. നാളെ വലിയ നേതാവ് വരുന്നുണ്ട്. അപ്പൊ ഇതിനേക്കാളും വലിയ കോള് തടയാതിരിക്കില്ല.